Hey everybody, it's DJ Blank Minders. So, ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5 powerful tips to become a DJ. യെസ്, ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇഫ് യു വാണ്ട് ടു ബിക്കം എ DJ, അപ്പോൾ നിങ്ങൾക്ക് DJ ഒരു കരിയർ ആക്കി എടുക്കണമെങ്കിൽ, നിങ്ങൾക്കൊരു DJ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് DJ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ. ഫസ്റ്റ് യു നീഡ് ടു നോ ദ മ്യൂസിക് തിയറി. യെസ്, അതായത് നമ്മൾ മ്യൂസിക് തിയറി അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ നേരെ പോയി കൺട്രോളർ മേടിക്കുന്നതോ ലാപ്ടോപ്പ് മേടിച്ച് സോഫ്റ്റ്വെയർ മേടിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒന്നും മനസ്സിലാവില്ല. ഇഫ് യു വാണ്ട് ടു ലേൺ DJ റിയലി, യു നീഡ് ടു ലേൺ ദ മ്യൂസിക് തിയറി. മ്യൂസിക് തിയറി എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കും. മ്യൂസിക് തിയറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് യു നീഡ് ടു ലേൺ ദ ബേസിക്സ്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് BPM എന്ന് പറയും. BPM എന്ന് പറയുമ്പോൾ ബീറ്റ്സ് പെർ മിനിറ്റ്സ്. മ്യൂസിക്കിന്റെ BPM, കീ, അതേപോലെ തന്നെ മ്യൂസിക്കിന്റെ ജോണേഴ്സ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാം വേണ്ട സാധനം DJന്റെ എക്വിപ്മെന്റ്സ് ആണ്. സോ എക്വിപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാപ്ടോപ്പ് ആവശ്യമാണ്, അതേപോലെ തന്നെ ഒരു കൺട്രോളർ ആവശ്യമാണ്, അതുപോലെ തന്നെ ഒരു ഹെഡ്ഫോൺ ആവശ്യമാണ്. ഈ 3 തിങ്സ് ആണ് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ. അതായത് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള DJ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് ലൈക്ക് മാക്ബുക്ക് വേണമെന്നോ അല്ലാതെ ഒരു Ryzen 9 i9 ആയിട്ടുള്ള ലാപ്ടോപ്പ് അതൊന്നും വേണ്ട. ഈ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ബേസിക് തിങ്സ്. ബേസിക് തിങ്സ് പറയുമ്പോൾ വളരെ ചെറിയ ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു കൺട്രോളർ. അപ്പോൾ നിങ്ങളൊരു ലാപ്ടോപ്പ് മേടിക്കുക, ഫസ്റ്റ് തിങ് ഫസ്റ്റ്. ആൻഡ് സെക്കൻഡ്, യു നീഡ് ടു ബൈ എ കൺട്രോളർ എന്ന് പറയാം. കൺട്രോളർ ഏത് വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ അതായിട്ട് ഒന്ന് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ യു നീഡ് ടു ബൈ ഹെഡ്ഫോൺ. ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള സാധനം മാത്രം പഠിക്കുക. ഇഫ് യു ഡോണ്ട് ഹാവ് മച്ച് മണി ടു സ്പെൻഡ്, പൈസ ഉണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ ബൈ എക്സ്പെൻസീവ് എക്വിപ്മെന്റ്സ്. അതർവൈസ് യു ക്യാൻ ബൈ എ സ്മോൾ ചീപ്പ് എക്വിപ്മെന്റ്സ്. ചീപ്പ് എന്ന് പറയുമ്പോൾ വളരെ റേറ്റ് കുറഞ്ഞതല്ല, അതുപോലെ തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള എക്വിപ്മെന്റ്സ്. ആൻഡ് ദ തേർഡ് തിങ് ഈസ് യു നീഡ് ടു ലേൺ ദ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഏതാണെന്നല്ലേ, സോഫ്റ്റ്വെയർ ഏത് വേണേ ആവട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ എടുക്കാം. മോസ്റ്റ് പോപ്പുലർ സോഫ്റ്റ്വെയർസ് ആർ ലൈക്ക് റെക്കോർഡ് ബോക്സ്, ട്രാക്ടർ, വിർച്വൽ DJ, സെറാട്ടോ, അങ്ങനെ ഒത്തിരി അധികം സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. എല്ലാ സോഫ്റ്റ്വെയറിനകത്തും ഏകദേശമുള്ള ഫങ്ഷനാലിറ്റി എല്ലാം സെയിം ആണ്. പക്ഷെ ചില സോഫ്റ്റ്വെയർസിനകത്ത് മാത്രം എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. ഇഫ് യു പേ പെയ്ഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടും. അതേപോലെ തന്നെ പൈനിയറിന്റെ എക്വിപ്മെന്റ്സ് മാത്രമേ റെക്കോർഡ് ബോക്സ് വർക്ക് ആവത്തുള്ളൂ. നിങ്ങൾ വേറൊരു കൺട്രോളർ മേടിച്ചു എന്ന് വെച്ചാൽ അത് റെക്കോർഡ് ബോക്സിനകത്ത് സപ്പോർട്ട് ചെയ്ത കേട്ടോ. സോ അപ്പൊ നിങ്ങൾ ഏത് കൺട്രോളർ മേടിക്കുന്നത് അതിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാം. ആൻഡ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് പഠിക്കാം. അതേപോലെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർസിനകത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. EQs ഉണ്ട്, ബീറ്റ് മാച്ചിങ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എഫക്ട്സ് ഉണ്ട്, പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ തേർഡ് തിങ്, യു നീഡ് ടു ലേൺ ദ സോഫ്റ്റ്വെയർ. പിന്നെ എഫക്ട്സ് എന്ന് പറയുന്ന ഒത്തിരി അധികം എഫക്ട്സ് ഉണ്ട്. എഫക്ട്സ് എന്ന് പറയുമ്പോൾ എക്കോ, റിവേർബ്, പിന്നെ പിച്ച്, ഫ്ലാഞ്ചർ, ഫേസർ, എക്സെട്ര എക്സെട്ര. ഇതിന്റെയൊക്കെ ഫീച്ചേഴ്സ് എന്താണോ അറിഞ്ഞു വെക്കുക. ആൻഡ് ദ ഫോർത്ത് തിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഇതെല്ലാം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സംഭവം വേണമല്ലോ, of course the music. So you need to get musics ഒരുപാട് നമുക്ക് വേണം. കാരണം നമുക്ക് ഈ മ്യൂസിക്സ് എന്ന് പറയുന്നത് യൂട്യൂബിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് ഇല്ലീഗലാണ്. അത് ഇല്ലീഗലാണ്, പക്ഷെ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. മ്യൂസിക്സ് മേടിക്കണം, പക്ഷെ അങ്ങനെ ആരും ചെയ്യാത്തില്ല. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുന്നത് ലൈക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എപ്പോഴും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന മ്യൂസിക്കിന്റെ ക്വാളിറ്റി 320 kbps ആണെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. ബിക്കോസ് എന്നാൽ മാത്രമേ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഔട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മേ ബി നിങ്ങളൊരു 120 kbps സോങ് നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഹെഡ്ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം തിയേറ്ററിലോ കേൾക്കുമ്പോൾ ചിലപ്പോൾ നന്നായിരിക്കാം. പക്ഷെ ആ സെയിം സോങ് നമ്മൾ വലിയൊരു വെന്യൂല് വലിയ സ്പീക്കറിലോട്ട് പോകുമ്പോൾ സെയിം ഔട്ട് ആയിരിക്കൂല, നല്ല ഡിഫറൻസ് ഉണ്ടാവും. സോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സോങ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് ഈ പറഞ്ഞ സോങ്സിന്റെ എല്ലാം ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഓരോ ജോണറും അതേപോലെ തന്നെ ഓരോ ലാംഗ്വേജും ഓരോ BPM-ഉം ഓരോ ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എല്ലാം കൂടെ ഒരു ഫോൾഡറിൽ വെക്കാതെ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എല്ലാം കൊണ്ട് ഇടാതെ മ്യൂസിക് എന്ന ഫോൾഡറിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. എല്ലാ സോങ്സും ഒരു ഫോൾഡറിനകത്ത് ഇട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഇതിനകത്ത് ബോളിവുഡ് സോങ് ഏതാ, അതേപോലെ തന്നെ മലയാളം ഏതാ, തമിഴ് ഏതാ, ഹിന്ദി ഏതാ, തെലുങ്ക് ഏതാന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ബോളിവുഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോളിവുഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഫോൾഡർ വെച്ചിട്ട് അതിനകത്ത് ഹിന്ദി സോങ്സിന്റെ റീമിക്സോ അല്ലെങ്കിൽ ഹിന്ദി സോങ്സ് ഫസ്റ്റ് ബീറ്റ് സോങ്സ് ഇടുക. ആ സോങ്സ് BPM ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഓർ യു ക്യാൻ അറേഞ്ച് ഇറ്റ് വൈസ്ലി യുവർ പ്ലേ. നിങ്ങൾ പ്ലേ ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. മേ ബി ഒരു സോങ് 128 ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത സോങ് 130 ആയിരിക്കാം, 135 ആയിരിക്കാം.
അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിങ്ക് ആവുന്ന പോലെ അറേഞ്ച് ചെയ്യാം. ആൻഡ് ഫിഫ്ത് പോയിന്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് മാർക്കറ്റ് യുവർ സെൽഫ്. യെസ്, മാർക്കറ്റ് യുവർ സെൽഫ്. എന്താണെന്നല്ലേ മാർക്കറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ DJ ആണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുന്നതാണ് മാർക്കറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കറന്റ് ജനറേഷൻ, അതായത് 2026 ആണെങ്കിൽ ഈ ടൈമിൽ എല്ലാവരും നോക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലായിരിക്കും, ഓർ നിങ്ങളുടെ മ്യൂസിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റിലീസ് ചെയ്ത മ്യൂസിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് പ്ലേലിസ്റ്റ് ഓ യൂട്യൂബ്, സ്പോട്ടിഫൈ, ഇതൊക്കെ ആയിരിക്കാം നോക്കുന്നത്. സോ സോഷ്യൽ മീഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ജനറേഷനിൽ ഒരു കമ്മിങ് ഒരു 5 years ഇതന്നെ ആയിരിക്കും നമ്മുടെ ഈ പറഞ്ഞ മ്യൂസിക് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നു. സോ യു നീഡ് ഹാവ് എ ഗുഡ് പ്രൊഫൈൽ ഓൺ ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, നല്ല പോസ്റ്റ് അപ്ലോഡ് ചെയ്യുക, നല്ല ഗുഡ് മെമ്മറീസും അതുപോലെ തന്നെ മൊമെന്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ആ പ്രൊഫൈൽ കണ്ടിട്ടായിരിക്കാം നിങ്ങളെ വെന്യൂയിലോട്ട് ബുക്ക് ചെയ്യുന്നത്. സോ ദിസ് എ ഫിഫ്ത്ത് തിങ്. ഇതാണ് നമ്മുടെ 5 കാര്യങ്ങൾ ഹൗ ടു ബിക്കം എ DJ. സോ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു ഫോളോ ദീസ് സ്റ്റെപ്സ് ഡെഫിനറ്റ്ലി യു ക്യാൻ ബിക്കം എ DJ. ആൻഡ് ഓഫ് കോഴ്സ് യു നീഡ് എ ഗുഡ് പ്രാക്ടീസ്. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, വർക്ക് ഓൺ ദാറ്റ്. മിക്സറും അതുപോലെ തന്നെ നമ്മുടെ കൺട്രോളർ, സോഫ്റ്റ്വെയർ, അതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കുക. ഒരു എററാണെങ്കിൽ പോലും അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് അറിയണമെങ്കിൽ അത് നിങ്ങൾ പഠിച്ചിരിക്കാം. സോ യു നീഡ് ടു ലേൺ ദ സോഫ്റ്റ്വെയർ, യു നീഡ് ടു ലേൺ ദ കൺട്രോളർ. സോ എല്ലാ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും പഠിക്കുക. സോ ദിസ് ഇസ് ദ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ എന്താ വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷൻ ഇടുക, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ ചോദിക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ലെറ്റ്സ് ഗോ, ബൈ.